ആപ്പിൾ കാലമാണ്. കോടമഞ്ഞിന്റെ കുളിര് പറ്റി നിറയെ കായ്ച്ച് ആപ്പിൾ മരങ്ങൾ. കാന്തല്ലൂരിന്റെ കാർഷിക വിശേഷങ്ങൾ തേടിയെത്തുന്ന ഏതൊരു സഞ്ചാരിക്കും അവിസ്മരണീയ കാഴ്ചയാണ് ഈ ആപ്പിൾ കൃഷിയിടങ്ങൾ ഒരുക്കുന്നത്. കേരളത്തിൽ ആപ്പിൾ വിളയുന്ന ഏക പ്രദേശമാണ് മറയൂർ മലനിരകളിലെ കാന്തല്ലൂർ. കാന്തല്ലൂരിൽ ആപ്പിൾ കൃഷി വ്യാപകമാകുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചയാളാണ് KSEB മുൻ എഞ്ചിനീയർ കുരുവിള. 1995 ഔദ്യോഗിക ജീവിതം അവസാനിച്ചതോടെയാണ് ഇദ്ദേഹം കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞത്. 2002 കാന്തല്ലൂരിലെത്തി. അന്നിവിടെ ആപ്പിൾ മരങ്ങൾ നാമമാത്രമായിരുന്നു. പിന്നീട് കാന്തല്ലൂരിലെ മഞ്ഞിന്റെ സാന്നിധ്യവും അനുകൂല കാലാവസ്ഥയും മനസ്സിലാക്കി കുരുവിള പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ആരംഭിക്കുകയായിരുന്നു. ഹിമാചലിൽ നിന്ന് തൈയെത്തിച്ചാണ് തുടക്കം. സമൃദ്ധമായി വിളവ് തരുന്ന 400-ലധികം ആപ്പിൾ മരങ്ങളാണ് നിലവിൽ കുരുവിളയുടെ കൃഷിയിടത്തിലുള്ളത്. 4 മുതൽ 18 വർഷം വരെ പ്രായമുള്ളവ ഇവയിൽ ഉൾപ്പെടുന്നു. 2002 മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ എന്ത് കൃഷി ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരാലോചന വന്നു. അപ്പോഴാണ് ഈ കാട് വെട്ടാനൊക്കെ വന്ന ഒരു ജോലിക്കാരൻ പറഞ്ഞു, ഇവിടെ അടുത്ത് ഒരു ആപ്പിൾ മരമുണ്ട്, ഒരു വീട്ടിൽ ആപ്പിൾ മരമുണ്ട്, നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനത് കാണാൻ പോയിരുന്നു. കാണാൻ പോയപ്പോൾ ആപ്പിൾ ഉണ്ടായി കിടക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഒരു സന്തോഷം തോന്നി. ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, എന്തുകൊണ്ട് എനിക്ക് കുറച്ച് ആപ്പിൾ വെച്ചുകൂടാ? ഇവിടെ കാന്തല്ലൂർ ആപ്പിൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇവിടെയും ആപ്പിൾ വയ്ക്കാമല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ ആപ്പിൾ കൃഷിയിലേക്ക് തിരിയാൻ കാരണം. HRMN 99, ട്രോപ്പിക്കൽ ബ്യൂട്ടി, ഗോൾഡൻ ഡോർസെറ്റ്, ട്രോപ്പിക്കൽ റെഡ് ഡെലീഷ്യസ്, ഇസ്രയേൽ വെറൈറ്റിയായ അന്ന തുടങ്ങിയ ഇനങ്ങളാണ് ഇവിടെ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. ഇതോടൊപ്പം ഗ്രീൻ ആപ്പിളുമുണ്ട്. ട്രോപ്പിക്കലും അധികം മഞ്ഞ് വേണ്ടാത്ത HRMN-ഉമാണ് വ്യാപകമായി കൃഷി ചെയ്യുന്നത്. പരിപാലനം അത് ശ്രദ്ധിക്കണം. അത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് മെനക്കെട്ടാൽ മതി. ഞാൻ കംപ്ലീറ്റ് ഓർഗാനിക് വളങ്ങളാണ് ചെയ്യുന്നത്. രാസവളം ഇതിനകത്ത് കയറ്റിയിട്ടേ ഇല്ല. ചാണകം കമ്പോസ്റ്റാക്കും, ചാണകപ്പൊടിയിടും. പിന്നെ ഇവിടെ ഈ മരങ്ങൾ ഇവിടെ ചപ്പ് ചവറ് എല്ലാം ഇതിൻ്റെ കടയ്ക്ക് മൾച്ചിയായിട്ട് പൊതയിടും. അപ്പോൾ ഈർപ്പം നിലനിൽക്കും. ആപ്പിളിനൊപ്പം പ്ലംസും അവോക്കാഡോയും സ്ട്രോബെറിയും ഒക്കെ കുരുവിളയുടെ തോട്ടത്തിൽ വിളഞ്ഞു നിൽക്കുന്നത് കാണാം. പൂർണ്ണമായും ജൈവ കൃഷി രീതിയാണ് ഇദ്ദേഹം അവലംബിക്കുന്നത്. കാന്തല്ലൂരിലെ കാർഷിക കാഴ്ചകൾ തേടിയെത്തുന്ന സഞ്ചാരികൾ ആപ്പിൾ തോട്ടം കാണുന്നതിനായി പ്രധാനമായും എത്തുന്നതും കുരുവിളയുടെ തോട്ടത്തിൽ തന്നെ. നമുക്ക് തോട്ടം കാണാനായിട്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു 50 സെൻറ്റ് സ്ഥലം പ്രത്യേകം വേലി കെട്ടിയിട്ട് അതിനകത്ത് മാത്രമേ കയറ്റുന്നുള്ളൂ. അപ്പോൾ അത് വന്ന് കണ്ടു പോകുമ്പോൾ അവർക്ക് ഈ ഇവിടെ തന്നെ മരത്തിൽ ആപ്പിൾ ഉണ്ടായി കാണുന്നത് തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. അവർ സാറ്റിസ്ഫൈഡാണ്. അവർക്കിടെ സന്തോഷം കാണുമ്പോൾ എനിക്കും മാനസികമായിട്ട് ഒരു സന്തോഷമുണ്ട്. കാരണം നമ്മൾ ജോലി ചെയ്തിട്ട് അതിനൊരു ഫലം കിട്ടി ആർക്കെങ്കിലും കാണാൻ പറ്റിയില്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുമുണ്ട്. കാരണം ഞാൻ ആപ്പിൾ കാണാനായിട്ട് കാശ്മീരിൽ ഒരു പോകേണ്ടതായിട്ട് വന്നു. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ആപ്പിൾ കാണാനായിട്ട് കാശ്മീരിൽ പോകാനായിരുന്നു. പഴുത്തു തുടങ്ങിയ ആപ്പിളുകൾ 1 മാസത്തിനുള്ളിൽ പൂർണ്ണമായും വിളവെടുക്കാനാകും. മൺസൂൺ ആരംഭിച്ചാലും ആപ്പിൾ കാഴ്ചകൾ തേടി സഞ്ചാരികൾ കാന്തല്ലൂരിന്റെ കാർഷിക മണ്ണിലേക്ക് എത്തുമെന്നുറപ്പാണ്. ETV ഭാരത്, ഇടുക്കി.